തിരുവചനത്തെ ധ്യാനിക്കാറുണ്ട്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ച് ആരംഭിക്കും. എന്താ സുവിശേഷം? നിങ്ങൾ ഒരുപാട് കൺവെൻഷൻ യോഗങ്ങൾ കേൾക്കുന്നവരും ഈ ശുശ്രൂഷയിലായിരിക്കുന്നവരുമൊക്കെ. എന്താ ഈ സുവിശേഷം? നല്ല നിങ്ങൾക്കൊന്നും അറിയത്തില്ല. സുവിശേഷം നല്ല വിശേഷം. എന്നെ ഇച്ചിരൂടെ ആഴത്തിൽ പറഞ്ഞ എന്താ? ഞാനൊരു കഥ പറയാം. ഒരു വലിയ ദേവാലയം. ആ ദേവാലയത്തിൽ എല്ലാ വർഷവും വളരെ പ്രസിദ്ധമായ കൺവെൻഷൻ നടത്താറുണ്ട്. ആ പള്ളിയിലെ അവരുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു പ്രസിദ്ധനായ ധ്യാന ഗുരുവിനെ വിളിച്ച് ഈ ശുശ്രൂഷ നടത്തണമെന്നുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് അവർ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ചോദിക്കുന്നു, കിട്ടുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഈ ലൈവൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ മുമ്പ് നമുക്കറിയാമല്ലോ, ചൂട്ടും കത്ത് പിടിച്ച് കൺവെൻഷൻ കേൾക്കാൻ പോയ ഒരു കാലം ഉണ്ടായിരുന്നു. അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു വലിയ സംഘമായിട്ട്. ആ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു വർഷം ഈ പ്രസംഗകനായ വലിയ ധ്യാന ഗുരുവിൻ്റെ ഡേറ്റ് കിട്ടി. എല്ലാവർക്കും സന്തോഷമായി, പള്ളി മൊത്തത്തിൽ സന്തോഷമായി. ഒരു വർഷം മുമ്പേ അതിന് പരസ്യമൊക്കെ കൊടുത്തു. വലിയ വേദി കെട്ടി ആ ദിവസം വന്നു ചേർന്നു. ചായന്മാരൊക്കെ കോട്ടൺ മുണ്ട് തേച്ച് മിനുക്കി ഏറ്റവും നല്ല സാരിയൊക്കെ എടുത്ത് നിങ്ങൾ വെച്ച് കൺവെൻഷൻ കേൾക്കാൻ പോയിട്ട് അച്ഛൻ്റെ ആ ദിവസം വന്നപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ആ പ്രദേശത്ത് ഇടിച്ചു കുത്തി മഴ. പക്ഷേ ഒരു വർഷം കൊണ്ട് കാത്തിരുന്നത് കൊണ്ടും ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചത് കൊണ്ടും ഈ മഴയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ മഴയുള്ളപ്പം എല്ലാം മാറ്റി വെച്ചിട്ട് കുട പിടിച്ച് പള്ളിയിൽ പോകത്തില്ലയോ? ഞങ്ങളുടെ അവിടെ ഉള്ളവരൊക്കെ ഈ മഴക്കോള് കണ്ടാൽ വരത്തില്ല. നിങ്ങളെല്ലാവരും പോകുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരു ദിവസം അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ച് അവരവിടെ ചെന്നു. ആളുകൾ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അവിടെ ഈ വേദിക്ക് മുന്നിൽ ഒരുപാട് കസേര നനഞ്ഞ് കുതിർന്ന് ചെളിവെള്ളം പിടിച്ച് കിടക്കുക. പക്ഷെ പുറകിൽ അവിടെ ഇവിടെയുമായിട്ട് കുറച്ച് സ്ഥലത്ത് വെള്ളം നനയാത്ത കുറച്ച് കസേരകളുണ്ട്. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്തോ ചെയ്യും? എനിക്ക് നിങ്ങളെ അത്ര അറിയാത്തതുകൊണ്ട് ഓരോ ചോദ്യം ചോദിക്കും. നിങ്ങളാണ് എന്തോ ചെയ്യും? നിങ്ങളും വേദിക്ക് മുന്നിലുള്ള കസേര വെള്ളം മാറ്റി നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന മുണ്ടോ തവാലയുടെ തുമ്പ് വെച്ച് തുടച്ച് അവിടെ ഇരിക്കും. അയ്യടി, ഞങ്ങളുടെ അവിടെ എങ്ങനെയാണെന്നറിയാമോ? ഏറ്റവും പുറയിലുള്ള നനയാത്ത കസേരയിൽ പോയി ഇരിക്കും. നിങ്ങളത്രേ ചെയ്തോളൂ. ഞങ്ങളുടെ വളരെ ഇച്ചിരി എക്സ്ട്രീമാണ്. അവിടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ആരെങ്കിലും നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരികളോ നമ്മൾ മിണ്ടാത്തവരോ മിണ്ടുന്നവരോ ഒക്കെ വരുമ്പം എന്താ പറയുമെന്നറിയാമോ? അപ്പുറത്തിരിക്കുന്ന ആളെ ഇപ്പം കാണാം, അവൾ ഇരിക്കുമ്പോൾ കാണാം, അവിടെ മൊത്തം നനഞ്ഞിരിക്കും, ഇപ്പം എഴുന്നേൽക്കുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അങ്ങനെ ആ വേദി നിറഞ്ഞതിന് ശേഷം ഈ പ്രസംഗയോഗം തുടങ്ങിയ അച്ഛൻ ധ്യാനഗുരുവിനെ സ്വാഗതം ചെയ്തു. ധ്യാനഗുരു വന്ന് നിന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കണ്ടപ്പോൾ കണ്ട കാഴ്ച ചെയ്താ, ഈ വെള്ളവും അഴുക്കവും ഉള്ള സ്ഥലത്തെ കസേരകളെല്ലാം എന്തുവാ? കാലിയാ. പുറകിൽ അവിടെ ഇവിടെയായിട്ട് ഈ വെള്ളവും അഴുക്കും ഒന്നും പറ്റാത്ത കസേരകളൊക്കെ നന്നായിട്ടിരിക്കുക. അവിടെ എല്ലാ ആളുകളുടെ ചൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. എൻ്റെ പള്ളിയിൽ, ഇവിടെ അല്ലേ, എൻ്റെ പള്ളിയിൽ ഏറ്റവും പുറയിൽ 3 ബെഞ്ചുണ്ടെന്ന് വെച്ചു. അവിടെ എപ്പോഴും എന്തുമായിരിക്കും? ഏറ്റവും ഫ്രണ്ടിൽ ആർക്ക് വേണേലും വഴക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പിള്ളേരും കുറച്ച് കൊയറുകാരും കുറച്ച് സൺഡേ സ്കൂൾ പിള്ളേരും കാണും. ഇതിൻ്റെ ഇടയ്ക്ക് പല പള്ളിയിലും ഒരു ഗർത്തം കാണും. അതുപോലെ ഈ സ്റ്റേജിലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്താ പറയുമോ? ഏറ്റവും ഫ്രണ്ടിൽ ഈ അഴുക്കുള്ള സ്ഥലത്ത് കാലിയാണ്. അല്ലാത്ത അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുക. അച്ഛൻ വന്നിട്ട് പറയുക, ഞാൻ ഈ ധ്യാനയോഗം ആരംഭിക്കണമെങ്കിൽ അവിടെ തിങ്ങിഞ്ഞിറങ്ങി നിൽക്കുന്നവരെല്ലാം എഴുന്നേറ്റ് അടുക്കും ചിട്ടയുമായിട്ട് ഈ മുൻവശത്തെ കസേര തൊട്ട് വന്നിരിക്കണമെന്ന്, അല്ലാതെ തുടങ്ങത്തില്ല. പള്ളിയിൽ അച്ഛനായിരുന്നേ പറയായിരുന്നു, അച്ഛൻ്റെ പാട്ടിന് ഇതിന് മുന്നിലുള്ള അച്ഛൻ വന്നിട്ട് ഞാൻ കേട്ടില്ല. പക്ഷേ ഇവർ ഒരു വർഷമായിട്ട് കാത്തിരുന്നത് കൊണ്ടും വളരെ അഡ്വർടൈസ്മെന്റ് കൊടുത്തത് കൊണ്ടും എങ്ങനെയും ഒക്കെ നടക്കട്ടെന്ന് വിചാരിച്ച്
എല്ലാവരും വന്ന് തുടച്ച് ഇരുന്നവരുണ്ട്, ഇരിക്കുന്ന പോലെ അഭിനയിച്ചവരുണ്ട്, പലരുമുണ്ട്. എങ്ങനെങ്കിലും അച്ഛൻ തുടങ്ങാൻ പറഞ്ഞു. വീണ്ടും ഈ അച്ഛൻ തുടങ്ങിയാണ്. എല്ലാവരും വന്നിരുന്നേ. ഇന്നത്തെ ധ്യാനയോഗം അവസാനിച്ചു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആണെങ്കിൽ എന്തോ പറയും, പുറയിൽ അടങ്ങി ഒതുങ്ങി അഴുക്ക് പറ്റാതിരുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് ഈ ചെളിവെള്ളത്തെ കൊണ്ടിരുത്തിയിട്ട് പറയാം ധ്യാനയോഗം തീർന്നു. ഇവിടെ നിങ്ങളൊന്നും പറയത്തില്ല, ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ മനസ്സിലെങ്കിലും പറയും. പക്ഷെ ഈ അച്ഛൻ തിരിഞ്ഞിട്ട് വീണ്ടും വന്ന് നിന്നിട്ട് പറയുക, ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം. 3 വട്ടം പറഞ്ഞു. കാരണം നീ ജീവിതത്തെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, ആരും എത്തിപ്പിടിക്കാത്ത, അഴുക്ക് പറ്റാത്ത, ചെളി പറ്റാത്ത, നിന്നെ മറ്റാരും കാണാത്ത ചില സേഫ് സോണുകളിലാണ്. അവിടെ നിന്ന് നീ നിന്നെ തന്നെ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ചെളിയുള്ള, കുറവുള്ള, മലിനമായ, നീ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പുതിയ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയുടെ പേരാണെന്ത്? സുവിശേഷം. അവിടെ കണ്ണുനീര് കാണും, അവിടെ ഉപവാസം കാണും, അവിടെ കഷ്ടപ്പാട് കാണും, അവിടെ പ്രതിസന്ധി കാണും, അവിടെ പ്രതികൂലത കാണും. അവിടേക്ക് നീ നിന്നെ തന്നെ എടുത്ത് വീണ്ടും പുനർപ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഈ നോമ്പും നമസ്കാരവും ഒക്കെ അർത്ഥം. എന്നോട് തന്നെയാണ് ഞാൻ മന്ത്രിക്കുന്നത്. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ യാത്ര 21 ദിവസങ്ങൾ പൂർത്തീകരിച്ചിരിക്കുക. 3 ദിവസം കൂടി കഴിയുമ്പം നമ്മുടെ ദേവാലയത്തിൻ്റെ നടുക്ക് ഉയരും. എന്താ? ഗോൽഗൊത്ത. എല്ലാം അറിയാം, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ഗോകുൽത്ത ഉയരുമ്പോഴും നോമ്പ് കൂടുതൽ തീവ്രമാകുക. ആ ക്രൂശിനെ നോക്കിയുള്ള യാത്രയിലാണ്. ഈ ശുഭകോനോ ശുശ്രൂഷയുടെ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇരിക്കുന്ന എല്ലാം കഴുകി കമത്തി വെക്കണം, നാളെ തൊട്ട് നമ്മളൊരു യാത്ര ആരംഭിക്കുക, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണണമെന്ന്. അച്ഛൻ പോക്കോ, ഞങ്ങൾ പുറകെ വന്നോളാന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ കാണും. അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്ത, നോമ്പ് തുടങ്ങിയ കാലം മുതൽ യാത്ര ചെയ്ത നിങ്ങളെപ്പോലുള്ളവരും കാണും. ചില ആളുകൾ വ്യത്യസ്തരാണ്. ചിലർക്ക് നടുക്ക് ഗോകുൽത്ത കണ്ടാലേ നോമ്പ് തുടങ്ങത്തുള്ളൂ. ചില ആളുകൾക്ക് ഇച്ചിരൂടെ തീവ്രമാണ്, മൊത്തത്തിൽ ഒന്ന് കറുപ്പ് കണ്ടാലേ അവർക്ക് നോമ്പ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. എങ്ങനെയായാലും നോമ്പിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോമ്പും നമസ്കാരവും ഉപവാസവും ഒക്കെ നമ്മളായിരിക്കുന്നിടത്തുനിന്ന് നമ്മളെ ഒന്ന് പുനർപ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്. നമ്മളെങ്ങനെയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിന്ന് അതേപടി നമ്മുടെ നോമ്പ് നോക്കിയാൽ വ്യർത്ഥമാണെന്നാണ് പിതാക്കന്മാർ കുറിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയിലല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലല്ല, കുറവിലും ബലഹീനതയിലും ഞാനൊന്നുമില്ല എന്നുള്ള പറച്ചിലുമാണ് നോമ്പ് നോക്കേണ്ടത്. കണ്ണുനീരിലാണ് നോമ്പ് നോക്കേണ്ടത്, ഉപവാസത്തിലാണ് നോമ്പ് നോക്കേണ്ടത്, ദാനധർമ്മത്തിലാണ് നോമ്പ് നോക്കേണ്ടത്, പ്രാർത്ഥനയിലാണ് നോമ്പ് നോക്കേണ്ടത്. പ്രിയമുള്ളവരെ, എപ്രകാരം നോമ്പിൻ്റെ തീവ്രതയിലായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുക. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൽ നിന്നാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ വീട്ടിൽ, ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ മരിക്കാറാവുന്ന സമയത്ത് അന്ന് ആശുപത്രി കൊണ്ടുപോകത്തില്ല. എന്നാൽ അടുത്തൊന്നും വലിയതായിട്ട് ആശുപത്രി ഇല്ല. ഇന്ന് ഹോട്ടലുള്ളതിൻ്റെ അത്രയും ഒരു ജംഗ്ഷനിൽ ചെന്നാൽ ഹോസ്പിറ്റൽ കാണും. ഇവിടുന്ന് കഴിക്കും, അവിടെ പോയി കിടക്കും. എൻ്റെ വല്യപ്പച്ചൻ വീട്ടിൽ വെച്ചാൽ മരിച്ചേ. മരണാസന്നനാകുമ്പോൾ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിക്കും. അങ്ങനെയല്ലേ നമ്മൾ? അങ്ങനെ അപ്പച്ചൻ മരിച്ചതൊക്കെ ഓർമ്മയില്ല? അമ്മച്ചി അപ്പച്ചനൊക്കെ മരിച്ചത് ഇവിടെ ആരും മരിച്ചിട്ടില്ലയോ? ഇവിടെ പ്രാർത്ഥനയൊന്നുമില്ല വെച്ചാൽ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ വിളിക്കും. കോട്ടയത്തുള്ള മോളെ, തിരുവനന്തപുരത്തുള്ള അമ്മാവിയെ എല്ലാവരും വിളിക്കും. അപ്പം അപ്പച്ചൻ്റെ അമ്മച്ചിയോ ആരോ അവരുടെ എല്ലാവരും ഓട്ടോ വിളിച്ചും ബസ് കയറിയും അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഓടി വരുമ്പോഴത്തേക്ക്
അത്രയും നാൾ ശുശ്രൂഷിച്ച അവിടുത്തെ മരുമോളമ്മ സൈഡിലോട്ട് മാറുമോ? അച്ഛാ ഇച്ചിരി വെള്ളമെങ്കിലും ഇറങ്ങി. അതല്ല കേട്ടോ, ജീവനില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനോഹരമായൊരു വ്യാഖ്യാനമുണ്ട്. ധനവാനും ലാസറും മരിച്ചു. ധനവാൻ പാതാളത്തിലേക്കും ലാസർ അബ്രഹാമിന്റെ മടിയിലേക്കും ചെന്നു. പാതാളത്തിൽ കിടന്ന് മുകളിലേക്ക് നോക്കിയ ധനവാൻ കണ്ടത് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ. ആദ്യമായിട്ട് ഈ ധനവാൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അബ്രഹാം പിതാവേ, വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണമേ. എന്ന് വെച്ചാൽ ഈ ധനവാൻ ഇരിക്കുന്നിടത്ത് എന്തില്ല? വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ നാവിനെ തണുപ്പിക്കണമെന്ന് പറഞ്ഞേ. ധനവാൻ ഇരിക്കുന്നിടത്ത് വെള്ളമില്ല, ലാസർ ഇരിക്കുന്നിടത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. ധനവാൻ പാതാളത്തിൽ ഇരുന്നത് കൊണ്ട് പാതാളത്തിൽ ജീവനില്ല, ജീവനില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തുമില്ല? വെള്ളമില്ല. അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന, സ്വർഗരാജ്യത്തിലിരിക്കുന്ന ലാസറിന്റെ അടുക്കൽ ജീവനുണ്ട്. ജീവനുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുകൊണ്ട്? വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഹൈന്ദവ പാരമ്പര്യത്തിലൊക്കെ ജലസ്നാനം, ജലനിർമാർജനം, ജലത്തിൽ നിന്ന് തുടങ്ങി ജലത്തിൽ അവസാനിക്കുക. അതുകൊണ്ടാണ് അസ്ഥിമഞ്ജനം എവിടെ നിർമാർജനം ചെയ്യുന്നത്? ജലത്തിൽ നിർമാർജനം ചെയ്യുന്നത്. കാരണം നമ്മൾ ജലത്തിൽ ആരംഭിച്ച് നാം തന്നെ ഒരു 9 മാസക്കാലത്തോളം ഒരു അമിനിയോട്ടിക് ഫ്ലൂയിഡിൽ ഒരു മത്സ്യകണം കണക്കെ നീന്തി തുടിച്ചു വന്നവരാ. ഒരല്പം ജലത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവന് പോലും എന്തു ചെയ്യും? ഭീഷണിയാവും. പ്രിയമുള്ളവരെ, പിൽക്കാലത്ത് ഈ ജലം ജീവനോട് ചേർന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ഈ ജലസമൃദ്ധിയുടെ അരികിൽ താമസം ആരംഭിച്ചു. അത് പിന്നെ സംസ്കാരമായി മാറി. അങ്ങനെ ഉണ്ടായ 2 സംസ്കാരം ഒന്ന് പറയാമോ? അയ്യോ, സ്കൂളിലും പോയിട്ടില്ല. ഈ നദീതടത്തിൽ ഈ വീടും കൂടിയൊക്കെ വെച്ച് കെട്ടി പോരുവഴി സംസ്കാരവും, സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരങ്ങൾ ഭൂമിയിൽ ഉണ്ടായത് അങ്ങനെയാണ്. പിൽക്കാലത്ത് ഈ ജലസമൃദ്ധിയിൽ നിന്ന് മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്ക് പോയി കുടികയറി ജീവിക്കാൻ ആഗ്രഹിച്ചു. അവൻ പോയിടത്തൊക്കെ അവൻ ഒരു വലിയ ജലസമൃദ്ധി ഉണ്ടാക്കി. അവിടെ നിന്ന് അവൻ വെള്ളം കോരുകയും ഉപജീവന മാർഗം നടത്തുകയൊക്കെ ചെയ്തു. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ തലമുറ ഈ കെട്ടിയ കിണറിൽ അഭിമാനിക്കുകയും അതിനെക്കുറിച്ച് സന്തോഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഉദാഹരണം തരുമോ? ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് വെള്ളം ചോദിച്ചപ്പോൾ അവൾ വലിയ അഭിമാനത്തോടെ പറയുക, ഇത് ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഞങ്ങൾക്ക് കെട്ടിത്തന്ന കിണറാ. എൻ്റെ ഭർത്താവ് കെട്ടിയതാന്നല്ല പറഞ്ഞേ, എൻ്റെ വീട്ടുകാർ കെട്ടിയതാന്നല്ല പറഞ്ഞേ, ഞങ്ങളുടെ വല്യപ്പച്ചനോ യാക്കോബ് ഞങ്ങൾക്ക് തന്ന കിണറാ. പിന്നീട് അത് അഭിമാനമായി മാറി. പക്ഷേ ഈ നീരുറവകൾ ചില ജീവിതത്തെ തൊട്ടുണർത്തിയിട്ടുണ്ട്. ഈ നീരുറവ ചില ജീവിതങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്രകാരം ഈ നോമ്പിൽ അന്ധകാരമയമായ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവീകമാകുന്ന നീരുറവുകൾ തൊട്ടുണർത്തുവാൻ ഇടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് ധ്യാനപൂർവം അല്പനേരം നാം ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. വായിച്ചോ. സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായിയെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. ഇത്ര മതി, ബാക്കി പിന്നെ വായിക്കും. വായിച്ചത് ഒരു പുതിയ സന്ദർഭമാണ്, പുസ്തകത്തിൽ അതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലം. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ നീരുറവിൻ്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ആരെ? ഹഗാർ. യഹോവയുടെ ദൂതൻ അവളോട്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്
മരണത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന താഴ്വരയിൽ ഹാഗാർ എന്ന സ്ത്രീ നിറവയറുമായി ഉഴന്നു നടക്കുകയാണ്. അവിടെ വെച്ച് ആദ്യമായി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അവൾക്കെതിരെ നടന്നു വരിക. അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുക, അല്ലയോ സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഇതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് കേൾക്കരുതേ എന്നാഗ്രഹിക്കുന്ന ചോദ്യമാണിത്. കാരണം എന്താ അറിയാമോ? നിങ്ങളെയല്ല, ഒരിക്കൽ കൂടി പറയാം. നമ്മളെവിടെങ്കിലും ആരോടും പറയലെന്ന് വിചാരിച്ച് കാറോ ബൈക്കോ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. അന്നേരം നാത്തൂൻ വരുന്നത്, അല്ലേ ചേട്ടച്ചാർ വരുന്നത് അപ്പുറത്ത്. നമ്മളെപ്പോഴും പറയും, ദൈവമേ ചോദിക്കല്ലേ എങ്ങോട്ട് പോകാൻ, എങ്ങോട്ട് പോകാൻ. ചോദിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്തറിയാമോ? തിരുവനന്തപുരത്ത് പോകാന്നേ പറയും എറണാകുളത്ത് പോകാമെന്ന്, എറണാകുളത്ത് പോകാന്നേ പറയും കോഴിക്കോട് പോകാമെന്ന്, പരുമലയിൽ പോകാന്നേ പറയും ലുലുമാളിൽ പോകാമെന്ന്, ലുലുമാളിൽ പോകാന്നേ പറയും ഹൃദയം തുറക്കത്തില്ലെന്നേ. ഈ ഹൃദയം തുറന്ന് സഹോദരങ്ങളോട് സംസാരിച്ചിട്ട് അനേക നാളുകളായവരുണ്ട്. കാരണം എന്തറിയാമോ? ഞാൻ കൊട്ടാരക്കരയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബത്തെ കണ്ടു. എന്നെ കണ്ടപ്പം അച്ഛനും അമ്മാമ്മയും നിന്ന് പരുങ്ങുക. നമ്മുടെ ചെകുത്താൻ ഇത് കണ്ടെന്ന് പറയും, നിന്ന് പരുങ്ങുക. എനിക്കെന്തോന്ന് മനസ്സിലായില്ല. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ, അച്ഛാ ഒരാൾ ഇവിടെ കിടക്കുന്ന കാണാൻ വന്നതാണ്. ഞാൻ വിചാരിച്ചു കാണാൻ വരുന്നതിന് ഇവരെന്തിനാ എത്ര കിടന്ന് വെപ്രാളപ്പെട്ടു. ഞാൻ ഒരു റൗണ്ട് കറങ്ങി അപ്പുറത്തൂടെ വന്നപ്പോൾ രണ്ടുപേരോട് ഒരു ഡോക്ടറെ കാണാൻ OP ടിക്കറ്റും എടുത്തുകൊണ്ട് നിൽക്കുക ക്യൂവിൽ. ഞങ്ങളോട് പറയുന്നില്ല, പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങളെങ്ങനെ പറയും? പലരും വീട്ടിലെ പല കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നതിൽ തെറ്റില്ല. കുഞ്ഞ് പരീക്ഷ വെച്ച എഴുതി നിൽക്കുക, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ഏകദേശം എല്ലാം ആയി, ഇങ്ങനെ പറയുന്നതൊക്കെ സന്തോഷമാണ്. പക്ഷെ ഇപ്പോഴും ചില പുതിയ ഏർപ്പാട് വന്നിട്ടുണ്ട്. എന്തോന്നറിയാമോ? അച്ഛാ പരീക്ഷ എഴുതി കിട്ടുമെന്ന് തോന്നുന്നു, അച്ഛൻ ആരോടും ഇവിടെ ഉണ്ട്, ഹൃദയം തുറക്കത്തില്ലെന്നേ. പ്രിയമുള്ളവരെ, ഇവിടെ ചോദ്യത്തിന് ചില പ്രത്യേകതയുണ്ട്. ഇവിടെ ചോദിച്ചത് നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നല്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് അവളുടെ പേരും അവളുടെ ഐഡന്റിറ്റി അവിടെ പറഞ്ഞു. ആദ്യമായിട്ട് പറയുകയാണ്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു. ഈ അവൾക്ക് മറച്ചു പിടിക്കാൻ ഒന്നുമില്ലെന്നേ. കാരണം എന്താ അറിയാമോ? അവളുടെ പേരും പറഞ്ഞു, അവളുടെ ഐഡന്റിറ്റിയും പറഞ്ഞു. അവൾക്ക് കുടുംബ പേരില്ല, അവൾക്ക് അപ്പൻ്റെ പേരില്ല, അമ്മയുടെ പേരില്ല. ആകെ അവളുടെ ഭൂമിയിലുള്ള ഐഡന്റിറ്റി എന്താണെന്നറിയാമോ? അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ ദാസി. ഈ ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. ഇത് പേര് ചൊല്ലി വിളിച്ചിട്ട് പറയുക, അവൾക്ക് മനസ്സിലായി, എന്നെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ സർവ്വകാര്യങ്ങളും അറിയാവുന്ന ഒരാളാണിത് ചോദിച്ചത്. അവൾ ഉടനെ മറുപടി കൊടുക്കുകയാണ്, ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവുകയാകുന്നു എന്ന് പറഞ്ഞു. എന്താ ഇവൾ ഈ യജമാനത്തിയെ വിട്ട് ഓടിപ്പോകാനുള്ള കാരണം? നിറവയറുമായി ഒരു പെണ്ണ് മരുഭൂമിയിൽ ആശ്രയമില്ലാതെ നടക്കുക. ഇതിൻ്റെ കാരണം എന്താ അറിയുമോ? വിഗ്രഹങ്ങളെ സേവിച്ച് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിയ തേരഹിൻ്റെ മകന് ഒരു ദിവസം രാവിലെ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു അശരീരി ഉണ്ടായി. നീ ഇവിടെ നിന്നെല്ലാം വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പോകാം. അന്നേരം ഇറങ്ങിപ്പോയി. പള്ളിയിൽ പോയിട്ടില്ല, സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല, യുവജന പ്രസ്ഥാനത്തിൽ പോയിട്ടില്ല, കമ്മിറ്റി ഇരുന്നിട്ടില്ല, റാസ കണ്ടിട്ടില്ല, കുർബാന അനുഭവിച്ചിട്ടില്ല, വാഴ്വ് കണ്ടിട്ടില്ല, പള്ളി വഴക്കുണ്ടാക്കിയിട്ടില്ല, അടിയുണ്ടാക്കിയിട്ടുമില്ല. ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അറിയത്തില്ല, ഗോഡ് കൺസെപ്റ്റ് ഇല്ല. അങ്ങനെ ഒരു മനുഷ്യന് രാവിലെ പറയുക, ഒരശരീരി കേൾക്കാൻ നീ ഇതെല്ലാം കളഞ്ഞിട്ട് പോകാൻ. പള്ളിയിൽ പോയിട്ടുണ്ട്, കമ്മിറ്റി ഇരുന്നിട്ടുണ്ട്, പ്രസംഗം അടിക്കടി കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്നോടോ നിങ്ങളോടോ പറയുക, നീ ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ പറയുന്നൊരു സ്ഥലത്ത്. ഇച്ചിരി പാടാട്ടോ, ഇച്ചിരി പാടാ. ദൈവം വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ ഉച്ച വരെ വേണമെങ്കിൽ ഞാനൊന്ന്
ആ ഇച്ചിരി പാടാം, എനിക്കും പാടാം. ചില കാര്യങ്ങൾ നമ്മളെ ഈ ഭൂമിയിൽ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പോയതിൻ്റെ പശ്ചാത്തലം എന്തറിയാമോ? ഈ പോയ പോക്കിന് പുറകെ അവൻ പോയിടത്തൊക്കെ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുകയാണ്, അബ്രഹാമിൻ്റെ സമ്പത്തും കന്നുകാലികളും കൊണ്ട് ആ ദേശം തിങ്ങി നിറഞ്ഞു. ആ ദേശക്കാർ പറഞ്ഞ് ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോണമേ. അവൻ പോയിടത്തൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അവൻ 1000 കോവർ കഴുതുകളും നാൽക്കാലികളും മൃഗസമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. ദാസീദാസന്മാർ അനവരതമായിരുന്നു. അവനൊരു വലിയ ദേശമായിട്ട് വളരുന്നു. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും എന്തില്ലായിരുന്നു? എല്ലാം ഉണ്ടെങ്കിലും അബ്രഹാമിന് എന്തില്ലായിരുന്നു? എന്തോ മക്കളില്ലായിരുന്നു. പക്ഷേ ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. നീ പുറപ്പെട്ടു, നീ ഭയപ്പെടേണ്ട, നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിപ്പിക്കും. ഈ ദൈവിക വാഗ്ദാനമുണ്ട്. പക്ഷേ അബ്രഹാമിന് ഒരു 85 വയസ്സൊക്കെ ആയപ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിൽ അബ്രഹാമിൻ്റെ സാറായി ഉണ്ടല്ലോ, ചിന്തിച്ചു, ഇനി എങ്ങനെ പോയാലും ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കത്തില്ല. ഇനി എങ്ങനെയായിരുന്നാലും ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കത്തില്ല. സാറായി ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയ ഒരു പെണ്ണ് നിൽപ്പുണ്ട്, അവളിലൂടെ എങ്കിലും എനിക്കൊരു കുഞ്ഞിനെ വേണം. പ്രിയമുള്ളവരെ, ഇത് എൻ്റെ അടക്കം പലരുടെയും കുറവാട്ടോ. ദൈവിക പദ്ധതിക്ക് കാത്തു നിൽക്കാതെ മാനുഷികമായ ചിന്തകൾക്ക് അതിപ്പെട്ടു പോയാലുണ്ടല്ലോ, അവിടെ ജീവിതത്തിൽ പ്രശ്നം തുടങ്ങും. ജീവിതത്തിൽ വെളിപ്പെടേണ്ട ചില ദൈവിക പദ്ധതിക്ക് കാത്തു നിൽക്കാതെ മാനുഷികമായി ചിന്തിക്കുന്നിടത്താണ് ഒരു മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം അകലുന്നത്. ഇവിടെ സാറായി മാനുഷികമായിട്ട് ചിന്തിച്ചു, ഇനി ഒരു സാധ്യതയുമില്ല, ഇതാണ് ഏക സാധ്യത. വളരെ നിർബന്ധിച്ച് അബ്രഹാം അതിന് വഴങ്ങി. ഹാഗാറിൽ അബ്രഹാമിനൊരു കുഞ്ഞ് ജനിക്കുക. ഹാഗാർ ഗർഭിണിയായി. അവിടെ ആ വീട്ടിലെ പ്രശ്നം തുടങ്ങിയ എന്താ കാര്യം എന്നറിയാമോ? എനിക്ക് സാധ്യമല്ലാത്തത് മറ്റൊരാളിൽ സാധ്യമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ആ വീട്ടിൽ ഹാഗാർ സന്തോഷിക്കാൻ തുടങ്ങി. ഈ ഹാഗാറിൻ്റെ കീഴിൽ ഒരുപാട് ദാസിമാരുണ്ട്. സാറായിയുടെ ദാസിയായ ഹാഗാർ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന ആടുകൂട്ട്, മുറ്റം തൂപ്പ് തൊട്ട് പാത്രം മെഴുക്ക് തൊട്ട് എല്ലാം ചെയ്യുന്ന ആ ജോലിയല്ല. ഈ സാറായിയുടെ ദാസിയായ ഹാഗാറിൻ്റെ ജോലി ഈ സാറായിയുടെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കുക. ഈ ഹാഗാറിൻ്റെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട്, ജോലിക്കാരുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെയാണ് ഒരു മാനേജർ റോളാണ്. ഇവള് അന്ന് തൊട്ട് സന്തോഷിക്കാൻ തുടങ്ങി. അവളുടെ കീഴിലുള്ള ദാസിമാരൊക്കെ ഇവളുടെ അടുത്ത് ചെന്നിട്ട്, അയ്യോ എൻ്റെ യജമാനൻ്റെ കുഞ്ഞിനെ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചോളെന്നൊക്കെ കാണാൻ തുടങ്ങി. ഇതൊക്കെ ആര് കാണുന്നുണ്ട്? പ്രിയമുള്ളവരെ, അന്ന് തൊട്ട് സാറായിക്ക് കുത്തലുണങ്ങി. കാരണം ഈ ഹാഗാറിൻ്റെ സന്തോഷം പലപ്പോഴും എന്നെക്കുറിച്ചാണോ എൻ്റെ കുറവിലാണോ എന്നുള്ള തോന്നൽ അവൾക്കുണ്ടായി. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളോട് മിണ്ടത്തില്ലെന്ന് വെച്ചു, കുറച്ച് വർഷമായിട്ട് മിണ്ടത്തില്ല, ഇച്ചിരി അകന്നിരിക്കുക. നമുക്ക് ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ ഈ മിണ്ടാത്ത ആളുമായിട്ട് വഴിയരികിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങൾ അന്നേരം അതുവഴി പോവുക, ബൈക്കിലോ നടന്നോ പോവുക. ഇവർ രണ്ടുപേരും എന്തോ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല രസമുള്ളൊരു തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്ന നിങ്ങളെ നോക്കി വീണ്ടും ചിരിച്ചുകൊണ്ട് അവർ വീണ്ടും ആ കാര്യം തുടർന്നു. നമ്മളിപ്പുറത്തോട് നടന്നങ്ങ് പോയി. കാരണം മിണ്ടാത്ത ആളാണല്ലോ ഒരാൾ. ഉറക്കം പോകാൻ വേറൊന്നും വേണ്ട. എന്തോ കാര്യം എന്നറിയാമോ? വരട്ടെ, എന്നാലും എന്നെക്കുറിച്ചായിരിക്കും അവൻ പറഞ്ഞത്. എന്തുമായിരിക്കും അവൻ പറഞ്ഞത്? ഇത് തന്നെ സംഭവം. കുറേ നാൾ കഴിയുമ്പം നമ്മൾ മിണ്ടുന്ന ആളെ എവിടെ വെച്ച് കാണും. അവർ വന്ന് നമ്മുടെ അടുത്ത് മിണ്ടുമ്പോൾ, നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാർ, ഇല്ല ചായ, എന്നാലും ആ 16-ാം തീയതി എന്തുവാ പറഞ്ഞത്? ഇല്ല ചായ, ഞങ്ങൾ വേറൊരു കാര്യം. ഇല്ല ഞാൻ കണ്ടല്ലോ, എന്നെ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു.
ആ കൂട്ടത്ര ശരിയൊന്നും അല്ല കേട്ടോ. ഇത് തന്നെ ആ വീട്ടിലെ പ്രശ്നം. എന്താണെന്നറിയാമോ? ഹാഗാറിന്റെ സന്തോഷത്തിൽ ചില നിന്ദയുണ്ടെന്ന് സാറായിക്ക് തോന്നി. പ്രിയമുള്ളവരെ, അനേകരുടെ നോട്ടം, മറ്റുള്ളവരുടെ സന്തോഷം നിനക്ക് നിന്ദയായിട്ട് തോന്നുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ദയുടെ ഒരു കണിക ഒളിഞ്ഞിരിപ്പുണ്ട്. മറ്റുള്ളവരുടെ നോട്ടവും സന്തോഷവും, മറ്റുള്ളവരുടെ സന്തോഷത്തിലുള്ള അവസ്ഥയൊക്കെ നിനക്കൊരു നിന്ദയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ദയുടെ ഒരു കണിക ഒളിച്ചിരിപ്പുണ്ട്. ആ വീട്ടിലെ പ്രശ്നം അന്നോട്ട് തുടങ്ങി. അന്ന് വരെ നമ്മുടെ ഹാഗാറിന് ആ വീട്ടിൽ സമ്പൽ സമൃദ്ധിയായിരുന്നു. അന്ന് തൊട്ട് കുത്തുവാക്ക് കേൾക്കാൻ തുടങ്ങി. സാറായി ശരിക്കും ഒരു യജമാനത്തെ ആവാൻ തുടങ്ങി. ഇരിക്കുന്നിടത്തൊക്കെ കുത്തുവാക്ക്. കേൾക്കാൻ പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല. കുത്തുവാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം ഹാഗാർ ആ വീട്ടിൽ നിന്ന് സ്വയമേ ഇറങ്ങിപ്പോയി. എവിടേക്ക് പോകുന്നു എന്നറിയത്തില്ല, എവിടെ ആശ്രയമെന്നറിയത്തില്ല. അബ്രഹാമിൻ്റെ വീട്ടിലെ 4 കോണുകളിൽ മാത്രം അഭയം പ്രാപിച്ചിരുന്നവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ആ വഴിക്ക് മരിക്കുവാൻ ആഗ്രഹിച്ച് മരുഭൂമിയിൽ ശൂരന് പോകുന്ന വഴിയിൽ വെച്ച് അവൾക്കെതിരെ ദൈവരൂപരായ ദൈവസാദൃശ്യമുള്ള ഒരു മനുഷ്യൻ വരികയാണ്. ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോകുന്നു, എവിടെ നിന്ന് വരുന്നു? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ 2 ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. നീ എവിടുന്നാ വരുന്നേ, എങ്ങോട്ടാ നിന്റെ പോക്ക്? പലപ്പോഴും ചോദിക്കണം. പരിശുദ്ധ മാമോദീസ തൊട്ടിയിൽ നിന്ന് കുളിച്ചിറങ്ങി വീണ്ടും ജന്മം പ്രാപിച്ചു വന്ന എൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞാനും ചോദിക്കണം, നിങ്ങളും ചോദിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ സാറായിയുടെ വിഷമങ്ങളൊക്കെ പറയുക. ഞാൻ എൻ്റെ യജമാനത്തിയുടെ എൻ്റെ യജമാനത്തിയുടെ കുത്തുവാക്ക് കേട്ട് ഹാഗാർ പറയാ, ഞാൻ ഓടിപ്പോവുകയാണ്. പക്ഷേ ദൈവദൂതൻ പറഞ്ഞ മറുപടി വളരെ വ്യത്യാസമാണ്. അവൾ അത്രയും നാൾ അനുഭവിച്ച വിഷമവും അവൾ അത്രയും നാൾ അനുഭവിച്ച നിന്നയും ഒക്കെ വിശദമായിട്ട് പറഞ്ഞപ്പം ദൈവദൂതൻ അവളോട് പറഞ്ഞ മറുപടി ഇതാ. നമ്മളായിരുന്നേ പറയണം, പോട്ടെ, അവൾക്ക് കാണിച്ചു കൊടുക്കുക, അവൾക്കുള്ളത് കിട്ടിക്കോളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ദൈവദൂതൻ്റെ മറുപടി മറ്റൊന്നാണ്. എന്താ പറഞ്ഞത്? പിന്നെ യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. ഇതൊരു വല്ലാത്ത മറുപടി കേട്ടോ. ഇവളെന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച്, തന്നെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച്, താൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ പേരും നാടും ചൊല്ലി വിളിച്ചപ്പം അവളുടെ വിഷമമൊക്കെ പറഞ്ഞപ്പോൾ പറയുക, നീ വേറെ എങ്ങും പോണ്ട, തിരിച്ചു പോയി ഈ കുത്തുവാക്കും കേട്ടോണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഈ ചില പ്രതിസന്ധിയും പ്രതികൂലതയൊക്കെ ഇങ്ങനെ ദൈവം ഉണ്ടല്ലോ, ചില കണ്ണുനീരുകൾ നിങ്ങൾക്ക് തരുന്നതേ ആ ദൈവിക വെളിപാടിന് കാത്തിരിക്കാനാണ്. പക്ഷെ നമുക്കിപ്പോഴത്തെ പ്രശ്നം എന്താ അറിയാമോ? ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയും പ്രതികൂലതയും വന്നാലുണ്ടല്ലോ, അതിൻ്റെ അപ്പുറം ചാടാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാലുണ്ടല്ലോ, നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് എവിടെങ്കിലും പോയി ഇതൊന്ന് മാറ്റണം. പക്ഷേ വചനം പറയുന്നത് എന്താ അറിയുമോ? നീ കീഴടങ്ങിയിരിക്കുക. ജീവിതത്തിൽ നിനക്ക് പ്രതിസന്ധി വന്നാൽ, ദൈവം ചില പ്രതികൂലതകൾ തന്നാൽ, നീ അവയ്ക്ക് വിധേയപ്പെട്ട് കീഴടങ്ങിയിരിക്കണം. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയാണ്, ക്രിസ്ത്യാനിക്ക് കഷ്ടത ഒരു വരവാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ കണ്ണുനീരോ പ്രതിസന്ധി വന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവാൻ വേണ്ടിയാ നീ അതിനെ കാത്തിരിക്കണം. പക്ഷേ നമ്മുടെ അപജയം ഇത് താങ്ങാൻ പറ്റാതെ, ഇതിന് കാത്തിരിക്കാൻ പറ്റാതെ ഓടി നമ്മൾ പോയി ഒരു ഉടമ്പടി എടുക്കും. അത് തീർന്നു പോയാൽ അച്ഛൻ പറയും, ഒന്ന് റീചാർജ് ചെയ്താൽ മതി. നമ്മൾ റീചാർജ് ചെയ്യാൻ പോകും. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, നിന്റെ കഷ്ടപ്പാടുകളോ കണ്ണുനീരോ ദൈവം തന്നാൽ അവയ്ക്ക് വിധേയപ്പെട്ടിരിക്കാൻ കൂടിയാണ്. നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിൽ മാത്രമല്ല, സന്താപത്തിൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കുറവിൽ, കണ്ണുനീരിൽ അതിനപ്പുറം ചാടാൻ ആഗ്രഹിച്ചാലുണ്ടല്ലോ, ദൈവം നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. വാച്ച്മേനി എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് ചിന്തകനുണ്ട്. അദ്ദേഹം ദൈവിക ഇടപെടലിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, ഗോഡ് മേ നോട്ട് ബി ഇയർലി. അവൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ വരത്തില്ല. ബട്ട് ഹീസ് നെവർ ലേറ്റ്. അവൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ താമസിച്ച് വരത്തില്ല. ബട്ട് ഹീസ് റൈറ്റ്
ഓൺ ടൈം. അവൻ എപ്പോഴാ വരുന്നതെന്ന് അറിയാമോ? അവൻ തക്ക സമയത്ത്. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കാണുന്നുണ്ടെങ്കിൽ അവൻ തക്ക സമയത്ത് വരുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അതിനപ്പുറത്തേക്ക് കടന്ന് എവിടെ നിങ്ങൾ പോയാലും എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും, ഇപ്പോഴത്തേക്ക് പല പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കാരണം അറിയാമോ, അത്രയ്ക്ക് ലഘുവാ. ഇതുപോലും ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം എന്തറിയാമോ, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പല പ്രാർത്ഥനാ വിഷയം എന്തറിയാമോ? കൊച്ചു OET പാസ്സാവണേ, OET പാസ്സായ കൊച്ചിന് ജോലി കിട്ടണമേ, എൻ്റെ തലവേദന, എൻ്റെ നടുവേദന, കുനിഞ്ഞു നോന്ന് ഒരു വക ചെയ്യത്തില്ല, നടുവേദനയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് വരെ എനിക്ക് നല്ലതുണ്ടാവും എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ഇന്നതാവണേ, കളക്ടറാവണേ, അച്ഛനാവണേ എന്ന് പറഞ്ഞ് ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്നെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച്, എന്നെ എൻ്റെ പെങ്ങളെക്കുറിച്ചും പ്രാർത്ഥിക്കുന്ന ഒറ്റ വാക്കേ ഞാൻ കേട്ടിട്ടുള്ളൂ: ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണുനീര് കാണുവാൻ എനിക്ക് ഇടയാകരുത്. അതിനകത്ത് എല്ലാം ഉണ്ട്. അവരെ ചൊല്ലി കരയുവാൻ എനിക്ക് ഇടയാകരുത്, അവരുടെ കണ്ണുനീര് കാണുവാൻ എനിക്ക് ഇത് മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരത്ഭുതവും അടയാളവും നടക്കുന്നിടത്ത് ഓടിപ്പോയിട്ടില്ല നിങ്ങളുടെ മാതാപിതാക്കൾ. ഒരിടത്തും പോയി ക്യൂ നിന്നിട്ടില്ല, ഒരിടത്തും പോയി റീചാർജ് ചെയ്തിട്ടില്ല. അവരുടെ പാമയിലിരുന്ന് അവരുടെ കണ്ണുനീര് നമ്മുടെ മൂർധാവിൽ വീണതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷ സുഖവും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഇന്നലെയുടെ അവസ്ഥയ്ക്ക് ഇന്ന് മാറ്റമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനും അതിൽ ഒരാളാണ്. അതുണ്ടായത് നമ്മൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോയിട്ടല്ല. അതുണ്ടായത് ചില കണ്ണുനീരിൻ്റെ ഫലത്തിൽ നിന്നാണ്, ചില ഉപ്പുരസത്തിൽ നിന്നാണ്. കാരണം എന്താ അറിയാമോ? ഇതെന്ന് തുടങ്ങിയതാണെന്നറിയാമോ? കർത്താവിൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. അവരെ നോക്കി കർത്താവ് പറയാണ്, ഈ ഒരപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടും എൻ്റെ കയ്യിലെ അടയാളങ്ങൾ കാണുവാൻ വേണ്ടി തിക്കി തിരക്കി വന്നവരാ. കരയാനും കണ്ണുനീരൊഴുക്കാനും വേണ്ടിയാണ് ദേവാലയം തുറന്നിട്ടിരിക്കുന്നത്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ നിങ്ങൾ പോയാലുണ്ടല്ലോ, നിരാശയായിരിക്കും ഫലം. കർത്താവ് പലപ്പോഴും ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ തന്നാലുണ്ടല്ലോ, ദൈവദൂതൻ പറഞ്ഞതുപോലെ നീ മടങ്ങിപ്പോവുക, അവൾക്ക് കീഴടങ്ങിയിരിക്കുക. ജീവിതത്തിൽ രോഗം തന്നാൽ നീ അവയ്ക്ക് കീഴടങ്ങിയിരിക്കുക. ജീവിതത്തിൽ കണ്ണുനീര് തന്നാൽ നീ ഒരല്പം ക്ഷമിക്കുക, നീ അവയ്ക്ക് കീഴടങ്ങിയിരിക്കുക. നിന്റെയും ജീവിതത്തിൽ ദൈവം വെളിപ്പെടുന്ന ഒരു ദിവസം വരും. നിന്റെയും ജീവിതത്തിൽ ദൈവിക വെളിപാടുണ്ടാകുന്ന ഒരു ദിവസം വരും. അതിനുവേണ്ടി കാത്തിരിപ്പാൻ ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ. ശേഷം ഹാഗാർ ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയുകയാണ്. ഈ സംഭാഷണത്തിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോയി വെച്ചാൽ മതി, ഞാൻ നിനക്കൊരു കുഞ്ഞ് ജനിക്കും, അവൻ ഇഷ്മായേൽ എന്ന് പേരിടണം, അവനൊരു വലിയ ജനതയായി തീരും, അവൻ യോദ്ധാവായിരിക്കും, അവൻ മരുഭൂമിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തുക. ഈ ധൈര്യപ്പെടുത്തലും പ്രബോധന ശുശ്രൂഷയൊക്കെ കേട്ടപ്പം നമ്മുടെ ഹാഗാറിന് ഒരു വലിയ തിരിച്ചറിവുണ്ടായി, ഒരു വലിയ വെളിപാടുണ്ടായി. അവളായിരിക്കുന്നത് പോലെ, അവൾ ഇത്രയും നാളായിരിക്കുന്നത് പോലെ മുഴുവൻ പറഞ്ഞ ആള്, ഇന്നത്തെ അവളുടെ അവസ്ഥ പറഞ്ഞ ആള് ഒരു കാര്യം കൂടെ പറഞ്ഞ് നാളത്തെ അവളുടെ കാര്യം കൂടെ പറഞ്ഞു. നിനക്കൊരു ആൺകുഞ്ഞ് ജനിക്കും, നാളെ അവളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം കൂടി പറഞ്ഞു. അവിടെ ഭൂതം പറഞ്ഞു, വർത്തമാനം പറഞ്ഞു, ഭാവി പറഞ്ഞു. പക്ഷെ അന്നേരം അവൾക്കൊരു കാര്യം മനസ്സിലായി, അവൾക്കൊരു വലിയ തിരിച്ചറിവുണ്ടായി. അതാണ് ഈ യാത്രയിൽ അവൾക്ക് ദൈവിക വെളിപാടുണ്ടായത്. ആ മരുഭൂമിയിൽ മരണത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന താഴ്വരയിൽ ആ നീരുറവിൻ്റെ അരികിൽ വെച്ച് അവളൊരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. 13-ാമത്തെ വാക്യം, അപ്പോൾ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ തന്നോട് അരുളി ചെയ്ത ദൈവമേ, ഞാൻ നിന്നെ കാണുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൈവമേ, നീ എന്നെ കാണുന്നു എന്നർത്ഥമുള്ള ബേർലഹരി രോയി എന്ന് ആ നീരുറവയ്ക്ക് പേരായി. ആ നീരുറവയുടെ പേര് പോലും മാറിപ്പോയി. എന്താ കാര്യത്തിലറിയുമോ? അവളുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ. ഈ ഹാഗാർ ഇത്രയും നാൾ വിചാരിച്ചെന്തറിയുമോ? ഈ ഹാഗാറിനെ അബ്രഹാമും സാറായും
ആ വീട്ടിലുള്ളവർ മാത്രമേ കാണുന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഉണ്ടായാൽ, നമ്മൾ ഒറ്റയ്ക്കായിരുന്നാൽ, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ വിചാരം നമ്മളെ നാം മാത്രമേ കാണുന്നുള്ളതാണ്. ചുമ്മാതാ. പുറപ്പാട് പുസ്തകത്തിൽ മനോഹരമായൊരു ഭാഗമുണ്ട്. രണ്ടുപേര് തമ്മി വഴക്കുണ്ടാക്കുക. ഒരുത്തൻ മിസ്രൈംകാരനാ, പൊതിരെ തല്ലിയ. മോശ എന്ന് പറയുന്ന യുവാവിൻ്റെ ചോര തിളച്ചു. പുറകെക്കിടെ ചെന്നൊരു അടി കൊടുത്തു. ആരോടും പറയല്ലെന്ന് പറഞ്ഞു. കുഴിച്ചു മൂടിപ്പോയി. മോശ പിന്നെ കുറേ പെരുന്നാളുണ്ട്, കുറച്ചുകൂടെ വളർന്ന് കാര്യമൊക്കെ കഴിഞ്ഞു പോയി. രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ അവിടെ എന്തോ പറഞ്ഞ് കശവിശയുണ്ടായി. മോശ അവരുടെ നായകനായി അവരുടെ നടുക്ക് നിന്ന് ഇത് കശവിശ മാറ്റാൻ വേണ്ടി ചെന്നപ്പോൾ പറയുക, എൻ്റെ പൊന്നെണ്ണ ഇങ്ങോട്ട് വരല്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം കേട്ട് നിനക്ക് ഒരാളെ ഇഷ്ടപ്പെടും, ഒരാളുടെ ഭാഗത്ത് ന്യായമില്ലെന്ന് കാണും. ഇഷ്ടമല്ലാത്തവൻ്റെ തലക്കടിച്ചിട്ട് അന്ന് അവനെ കൊന്നതുപോലെ ഞങ്ങളെ കുഴിച്ചു മൂടാനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരണ്ട. മോശയുടെ ഫീലിംഗ് എന്തുവായിരുന്നു അറിയാമോ? എന്തുവായിരുന്നു? മോശ ചിരിച്ചു. ചിരിച്ചു എന്ന് വെച്ചാൽ ചിരിച്ചു. എന്തോ പറഞ്ഞോലും തലയാട്ട്. മോശ കരഞ്ഞു ഇല്ല. മോശ ഭയന്നു, മോശ പരിഭ്രമിച്ചു. എത്ര നാൾ കഴിഞ്ഞിട്ടാണെന്നറിയാമോ? വർഷങ്ങൾ കഴിഞ്ഞിട്ടാ. പ്രിയമുള്ളവരെ, ഈ ഹാഗാറിനൊരു തിരിച്ചറിവുണ്ടായി. സന്തോഷത്തിലും ദുഃഖത്തിലും മരണത്തിൻ്റെ മുനമ്പിലും ഈ മരുഭൂമിയിലും നിർജ്ജനമായ പ്രദേശത്തും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇതൊരു വല്ലാത്ത തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ കരഞ്ഞ് നിങ്ങളുടെ തലയിണ നരഞ്ഞ രാത്രികളുണ്ടായിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ കൂടെ ഒരു ദൈവം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടാതെ നിങ്ങളുടെ കുടുംബം മുഴുവൻ സന്തോഷിച്ച് ആനന്ദിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. അവിടെ നിങ്ങളുടെ അടുത്ത് ഈ ദൈവം ഉണ്ടായിരുന്നു. നിങ്ങൾ ആശുപത്രി കിടക്കുകളിൽ കിടന്ന് അയ്യം വിളിച്ച സമയമുണ്ടായിരുന്നു. അവിടെ നിങ്ങളുടെ കൂടി ദൈവം ഉണ്ടായിരുന്നു. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരുന്ന് പേടിച്ച് വിഷമിച്ച സമയമുണ്ടായിരുന്നു. അവിടെ ഈ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. റിസൾട്ടിന് കാത്തു നിന്ന് മകൻ ജയിക്കുമോ തോക്കുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരുന്ന ദിവസമുണ്ട്. അവിടെ നമ്മുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ആയിരിക്കുന്നത് ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ അന്തരേന്ദ്രിയങ്ങളെ നീ ശോധന ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇവൾക്കൊരു വലിയ തിരിച്ചറിവുണ്ടായി. ദൈവമേ, ഈ മരണത്തിലും മരിക്കുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനും കടന്നു വരാത്ത ഈ താഴ്വരയിലും എന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ട്. ഈ തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് പ്രീതിയുള്ളതാകും. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ മാത്രമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് കൂടിയാണ് ഈ നോമ്പ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഹാഗാർ ദൈവത്തിൻ്റെ കൽപ്പന ആ നീരുറവിൻ്റെ അരികിൽ വെച്ച് കേൾക്കുകയാണ്. അവൾ തിരിച്ചു പോവുകയാണ്. അവൾ തിരിച്ചുപോയി വിധേയപ്പെട്ട് പരിഹാസം കേട്ട് നിന്ന കേട്ട് പ്രയാസം കേട്ട് അവൾ വീണ്ടും അവിടെ കഴിയുകയാണ്. അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ മകന് ഇസ്മായിൽ എന്ന് പേര് വിളിച്ചു. കുഴപ്പമൊന്നുമില്ലാതെ ആ വീട്ടിലെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം നമ്മുടെ സാറായിക്ക് അടങ്ങിയിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. ഈ ചെറുക്കനെ എടുത്ത് കളിപ്പിച്ചൊക്കെ നടക്കുക. വലിയ കുഴപ്പമില്ലാതെ പോവുക. സാറ എന്ന് അടങ്ങി, വേറെ വഴിയില്ലല്ലോ. ഇങ്ങനെ ഇരുന്നപ്പോൾ 99 വയസ്സിൽ നമ്മുടെ അബ്രഹാമിൻ്റെ അടുക്കൽ 3 ദൂതന്മാർ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പറയുകയാണ്, അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു മകൻ ജനിക്കും. പെട്ടെന്നകത്തുനിന്നൊരു ശബ്ദം. എന്തുവാ? അച്ഛൻ ചീറ്റിയോ? സാറ ചിരിച്ചു. എന്തോ കാര്യം? സാറ ചിരിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അച്ഛാ, അല്ലയോ? സാറ ഈ നേരത്തെ ചിന്തിച്ച് തന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും. ഈ സാറായുടെ ബുദ്ധിയും ചിന്തയും പലപ്പോഴും നമുക്കുണ്ട് പ്രിയമുള്ളവരെ. കാരണം മാനുഷികമായിട്ട് ചിന്തിക്കും, ഇതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം നടത്തും. അസാധ്യമെന്ന് തോന്നുന്നിടത്തുനിന്ന് ദൈവം നമ്മളെ കരയേറ്റിക്കൊണ്ടുവരും എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ നടത്തുമെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം.
പ്രിയമുള്ളവരെ, ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൽ നകലുന്നവരുണ്ട്. എൻ്റെ ചുരുങ്ങിയ കാല പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരനുഭവമുണ്ട്. ഞാനൊരു ദേവാലയത്തിൽ കൺവെൻഷൻ പ്രസംഗത്തിന് വേണ്ടി കടന്നു ചെന്നു. അവിടെ കൺവെൻഷൻ ശുശ്രൂഷ കഴിഞ്ഞു. ഇതുപോലെ ഫ്രണ്ട് ഇരുന്ന ഒരമ്മ എന്നെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആയിരുന്നപ്പം ആ അമ്മ എൻ്റെ അടുത്ത് പറയാം, അച്ഛാ ശുശ്രൂഷ വളരെ നല്ലതായിരുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോഴാ പള്ളിയിലുള്ളവരുണ്ടല്ലോ, ഞാനും അവരും കൂടെ സംസാരിക്കുന്ന ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു പേടി, കാരണം ഞങ്ങൾക്കിപ്പോൾ പേടിക്കേണ്ട കാലം, എപ്പോഴാണ് എയറിലും വയറിലും ആവുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ചുറ്റും നോക്കി കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ എന്തെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ചാൽ, അമ്മ അച്ചായൻ കഴിഞ്ഞ ആഴ്ച വന്നച്ചാ വീട്ടിൽ അച്ഛാ 2 പെൺമക്കളാണ്. മൂത്തവള് 24 വയസ്സായി, ഇളയവള് +2 കഴിഞ്ഞു. മൂത്തവളെ നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് അവൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ തൽക്കാലം ജോലിക്ക് കയറി. അച്ഛാ ഒരു 2 ആഴ്ച മുമ്പിട്ട് അവൾ രാവിലെ ജോലിക്ക് വന്നു തുടങ്ങിയപ്പോൾ അവളുടെ കാലിനൊരു വേദന. അവൾ കാര്യമാക്കിയില്ല, അന്ന് ജോലിക്ക് പോയി. അന്ന് വൈകിട്ട് വന്നപ്പോൾ ആ വേദന കലശലായതിന് ശേഷം ഇവള് പിറ്റേന്ന് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, മരുന്നൊക്കെ തന്നു, തിരിച്ചു വന്നു. പക്ഷെ അവളുടെ വേദന ശരീരത്തിൽ കുറയാത്തത് കൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആഴ്ച ഡീറ്റെയിൽഡായിട്ട് 2 ആഴ്ച മുമ്പ് ചെക്കപ്പ് നടത്തി കഴിഞ്ഞ ആഴ്ച എൻ്റെ റിസൾട്ട് വന്നച്ചാൽ അത് പോസിറ്റീവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 6 ദിവസം മുമ്പ് തിങ്കളാഴ്ച RCCയിൽ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക. ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നതിന് മുമ്പിട്ട് അമ്മ എന്നോട് പറയുക, അച്ഛാ 4 ദിവസം മുമ്പിട്ട് അവളുടെ ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കണം, 24 വയസ്സുള്ളൊരു മോള് ജോലിക്ക് പോകാൻ ഇരുന്നവളെ, ഒരു വിവാഹം കഴിച്ച ഒരാളുടെ അടുക്കൽ കെട്ടിച്ചു വിടാനിരുന്നവളെ, ജീവിതത്തിൻ്റെ സമ്പാദ്യം കൊടുത്ത് അധ്വാനം മാറ്റിവെച്ച് നേഴ്സിംഗ് പഠിപ്പിച്ചിറക്കിയ ഒരു മോള് 2 ആഴ്ചക്കുള്ളിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിട്ട് ഈ അമ്മ 5-ാം ദിവസം വന്ന് ദൈവവചനം കേട്ടിട്ട് അതേക്കുറിച്ച് എന്നോട് പറയുക. എന്തോ അവരോട് മറുപടി കൊടുക്കണ്ടേ? എന്തോ അവരോട് പറയണ്ടേ? പ്രിയമുള്ളവരെ, പൊതുയോഗത്തിലെ ലിസ്റ്റ് പേരില്ലെന്ന് കണ്ടിട്ട് വർഷങ്ങൾ കൊണ്ട് പള്ളി കയറാത്തവരുണ്ട്. അച്ഛൻ മുഖം കറുപ്പിച്ചൊരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് വർഷങ്ങൾ കൊണ്ട് പള്ളിയോട് സംബന്ധമില്ലാത്തവരുണ്ട്. സൺഡേ സ്കൂളിൽ എനിക്ക് സ്ഥാനമില്ലെന്ന് കണ്ടിട്ട്, മർത്തവനെ സമാജത്തിൽ എന്നെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചില്ലെന്ന് കണ്ടിട്ട് വർഷങ്ങൾ കൊണ്ട് ദേവാലയത്തിൽ കയറാത്തവരുണ്ട്. അവിടെ ഈ അമ്മ തൻ്റെ മകളെ ഓമനിച്ച് വളർത്തിയുടെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ട് 5-ാം പക്കം ദേവാലയത്തിൽ കൺവെൻഷൻ കേൾക്കാൻ, തിരുവചനം കേൾക്കാൻ വന്നിരിക്കുക. അവരോട് എന്താ പറയണ്ടേ? പോട്ടെന്ന് പറയാൻ പറ്റുമോ? അവരോട് എന്താ പറയണ്ടേ? സാരമില്ലെന്ന് പറയാൻ പറ്റുമോ? അവർ ദൈവവചനം കേട്ടിട്ട് എന്നോട് പറയുക, അച്ഛാ ഈ സഹദാദ് എന്നതാണ് അവൾ അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രത്തോളം വിശ്വാസധീരരുള്ള, ഇത്രത്തോളം പ്രാർത്ഥിക്കുന്ന ചില വിശുദ്ധ ജന്മങ്ങൾ ഈ സഭയിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവരുടെ പ്രാർത്ഥനയൊക്കെ എത്ര അനുഗ്രഹമായിരിക്കും. ഇവിടെ ചില പ്രതിസന്ധികളും പ്രതികൂലതകളും വരുമ്പം ഹാഗാറിനോട് പറയുകയാണ്, നീ വിധേയപ്പെട്ടിരിക്കുക. ഇവിടെ ഈ ഹാഗാർ അവിടുത്തെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിറപടിയായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പം 99-ാമത്തെ വയസ്സിൽ സാറായിയും എന്തായി? ഗർഭിണിയായി. അന്ന് തൊട്ട് അവിടുത്തെ പ്രശ്നം ആരംഭിച്ചു. എന്താ കാര്യം? ഇപ്പം അവിടെ പ്രശ്നം തുടങ്ങാനുള്ള കാരണം എന്താ? നേരത്തെ പ്രശ്നം എന്തറിയാമോ? എന്നെക്കൊണ്ട് പറ്റാത്തത് അവൾക്കുണ്ടായപ്പം ഉള്ള അവസ്ഥ. ഇപ്പോഴത്തെ പ്രശ്നം എന്തുവാ? എനിക്കും പറ്റും. സാറായി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. മകൻ്റെ പേരെന്താ? ഇസഹാക്കിന് മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. താഴോട്ടുള്ള ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അതിനുശേഷം സാറായി അടിക്കടി ഈ അബ്രഹാമിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. വചനം പറയുന്നതിൽ നമുക്കത് മനസ്സിലാക്കാം. ഒന്നി എൻ്റെ കുഞ്ഞ്, അല്ലെങ്കിൽ അവളുടെ കുഞ്ഞ്. രണ്ടും കൂടി ഈ വീട്ടിൽ പറ്റത്തില്ല. നിങ്ങളൊന്ന് ചിന്തിക്കണം.
വെറുതെ ഇരുന്ന അബ്രഹാമിനെ ഈ ദാസിയുടെ അടുക്ക പറഞ്ഞു വിട്ട ആരാ? പലപ്പോഴും പല വീട്ടിലെ നിങ്ങളുടെ പ്ലാനിങ് ചീറ്റി പോകുന്നത് ഇതാ കാര്യം. ഈ മാനുഷികമായിട്ട് ചിന്തിച്ചാലുണ്ടല്ലോ നമുക്കാ പണി. വെറുതെ ഇരുന്നതാ. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കണം. 19 അധ്യായമൊക്കെ വായിച്ചു നോക്കുമ്പം അബ്രഹാമിനോട് പറയുക, ഈ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ കാരണം നീയാണ്. അത് കേട്ട അബ്രഹാം കുറച്ച് നാളുകൾക്ക് ശേഷം അതിരാവിലെ എഴുന്നേറ്റു, ഒരു തുരുത്തിയിൽ വെള്ളമെടുത്ത് കുറച്ച് അപ്പം എടുത്ത് ഒരു കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടി ഹാഗാറിനെയും ആ കുഞ്ഞിനെയും അതിൻ്റെ പുറത്തിരുത്തി പറഞ്ഞു വിട്ടു. ഹാഗാറിൻ്റെ രണ്ടാമത്തെ യാത്ര. ഈ ഒന്നാമത്തെ യാത്രയ്ക്കും രണ്ടാമത്തെ യാത്രയ്ക്കും ചില വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒന്നാമത്തെ യാത്ര ഹാഗാർ നിന്നെയും പരിഹാസവും കേൾക്കുവാൻ ഇഷ്ടമല്ലാതെ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ യാത്ര അവളെ അവിടുന്ന് ഇറക്കി വിട്ടു. ഈ രണ്ടാമത്തെ യാത്രയുടെ പ്രത്യേകത, തിരിച്ചങ്ങോട്ട് അവൾക്കൊരു തിരിച്ചു പോക്കില്ല. അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് ഇനിയൊരു തിരിച്ചു പോക്കില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഹാഗാർ വീണ്ടും മരുഭൂമിയിലെത്തി. വചനം പറയുകയാണ്, അവൾ കുഞ്ഞിനെ ഒരു കരുവേലകത്തിൻ്റെ ഒരു തണലിൽ വെച്ചിട്ട് അവനെ അവിടെ കിടത്തി, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരമ്പിൻപാട് ദൂരം പോയിരുന്ന് കരയുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹാഗാർ കൊണ്ടുപോയ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? എന്തേലുമൊക്കെ പറഞ്ഞു. ഇത്രയും നേരം പറഞ്ഞ തെറ്റല്ലായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, ഞാനൊന്നും പറയത്തൊന്നുമില്ല. സോള് വെച്ച് എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ച് പറയാൻ. അച്ഛൻ കുറച്ച് നേരം കണ്ണടച്ചിരിക്കും. പറഞ്ഞോ. ഹാഗാർ കൊണ്ടുപോയ കുഞ്ഞിന് എത്ര വയസ്സുണ്ടായിരുന്നു? പെട്ടെന്ന് പറ. അവന് ക്രിക്കറ്റ് കാണണമെന്ന് പോയിട്ട് പറ. എന്തോ? ഹാഗാർ കൊണ്ടുപോയ കുഞ്ഞിന് എത്ര വയസ്സൊന്ന് രൂഹ പറഞ്ഞോ. നമ്മുടെ രൂഹ പറഞ്ഞോ. എനിക്ക് മഞ്ഞക്കാലയ്ക്ക് പോകണം. നിങ്ങൾക്ക് ഈ അടുത്ത് പോയാൽ മതി, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അതാണ് ഞാൻ വിചാരിച്ചെന്താ അറിയാമോ? ഞാൻ OVVS പഠിക്കുന്ന സമയത്തെ ഈ ഓരോ ദിവസവും വാക്യം പറഞ്ഞാൽ ഓരോ സ്റ്റിക്കർ തരും. അത് വീട്ടിൽ കൊണ്ട് എൻ്റെ പഴയ വീട്ടിൽ ഇങ്ങനെ നിരത്തി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 8 ദിവസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം സ്റ്റിക്കർ കിട്ടത്തില്ല. ആദ്യത്തെ ദിവസം ഉടായിപ്പാട്ടോ, സ്കാഷുള്ള ബിസ്ക്കറ്റും തന്നു വിടും, ക്രൗണൊക്കെ തന്ന് പേരൊക്കെ എഴുതിയിട്ട് പറഞ്ഞു വിടും. അവസാനത്തെ ദിവസം ബെടാഖാനയാണ്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കുള്ള 8 ദിവസമാണല്ലോ പഠിപ്പീര്. 10 ദിവസം OVVS എന്നുണ്ടായിരുന്നു. ഈ 10 ദിവസത്തിൽ 8 ദിവസം ഓരോ വാക്യം പറഞ്ഞ ഓരോ സ്റ്റിക്കർ തരും. അങ്ങനെ ഒരു ദിവസം ഈ ഹാഗാറിൻ്റെ കുറിച്ചുള്ള വാക്യം പറഞ്ഞപ്പം എനിക്കൊരു സ്റ്റിക്കർ കിട്ടി. ഈ സ്റ്റിക്കറിനകത്ത് ഇങ്ങനെയാണ്: ഒരു മരുഭൂമിയിൽ ഒരു കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറി ഒരമ്മ ഇങ്ങനെ കൈ ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുക. സൈഡിൽ കൂടി ഒരു നീരുറ വരിക. ഇതാ സ്റ്റിക്കർ. അത് ഞാൻ കൊണ്ടുവന്നു. എൻ്റെ ചിന്ത എന്നറിയാമോ? ഈ കുഞ്ഞിനൊരു 3-4 വയസ്സ്. കാരണം കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തി അവിടെ ഇരിക്കുക. പക്ഷേ ഈ കൊച്ചിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? അബ്രഹാമിന് 86-ാമത്തെ വയസ്സിൽ ജനിച്ച കുഞ്ഞാണ് ആര്? ഇസ്മായിൽ. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ജനിച്ച മകനാണ് ആര്? ഇസഹാക്ക്. അപ്പൊ ഇസഹാക്ക് ജനിക്കുമ്പം ഇസ്മായിലിന് എത്ര വയസ്സുണ്ടായിരുന്നു? അയ്യോ, കണക്കും അറിയത്തില്ല. 14 വയസ്സ്. കുഞ്ഞിന് മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ഇപ്പം ഏകദേശം ഒരു എത്ര വയസ്സാവും ഇസഹാക്കിന് മുലകുടി മാറുമ്പോൾ? എത്ര മോനെ? 6 വയസ്സോ? അത്രയൊന്നും കൊടുക്കണ്ട. ഒരു 2.5 വയസ്സ്. അന്നേരം നമ്മുടെ ഇസ്മായിലിന് എത്ര വയസ്സ് കാണും? ഒരു 16.5 വയസ്സ് കാണും. പിന്നെ ആ വീട്ടിൽ അടിക്കടി അവൾ പറഞ്ഞത് കൊണ്ട് അത് കേൾക്കാൻ സാധ്യമല്ലാതെ മടുത്ത് അബ്രഹാം ഇറക്കി വിട്ടതാ ഇവരെ. എങ്ങനെ ആയാലും ഇവർ പുറപ്പെട്ടു പോകുമ്പം ഈ ഇസ്മായിലിന് ഒരു 17-17.5 വയസ്സ് കാണും. നമ്മുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞ തടിക്ക് പിടിക്കാൻ പ്രായമുള്ള ഒരുത്തനെയും കൊണ്ടാണ് പോയത്. പക്ഷേ അവൻ കിടന്ന് കരയുക, അവൻ കൈകാലിട്ടടിക്കുക, അവൻ നിലവിളിക്കുക. ദൈവമേ, വെള്ളം തീർന്നു പോയി. അമ്മയെ താങ്ങി നിൽക്കേണ്ടവനാ, അമ്മയ്ക്ക് വെള്ളം എടുത്തു കൊടുക്കേണ്ടവനാ, അമ്മയെ ആശ്വസിപ്പിക്കേണ്ടവനാ. അവൻ കിടന്ന് നിലവിളിക്കുക. കാരണം എന്താണെന്നറിയാമോ? എന്താ കാരണം? അവൻ്റെ ജീവിതത്തിൽ ഇന്നയോളം അവനൊരു പ്രതിസന്ധി അറിഞ്ഞിട്ടില്ല.
അവൻ്റെ ജീവിതത്തിൽ ഇന്നയോളം അവനൊരു പ്രതികൂലത അറിഞ്ഞിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രതിസന്ധിയും കഷ്ടപ്പാടും വിശപ്പും പട്ടിണി അവൻ നേരിട്ടില്ല. അവൻ്റെ ഇത്രയും കാലത്തോളം അബ്രഹാമിൻ്റെ വീട്ടിലെ സമൃദ്ധിയിൽ മാത്രമാണ് ജീവിച്ചേ. അവന് കഷ്ടപ്പാട് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന് ദാഹം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന് വിശപ്പുണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ തലമുറ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കയറെടുക്കുന്ന എന്താ അറിയുമോ? ഇത് മറുകണ്ഠം ചാടാൻ അവർക്ക് അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ 3000 ചോദിച്ചാൽ 6000 കൊടുക്കും, 6000 ചോദിച്ചാൽ 12000 കൊടുക്കും. കൊടുക്കണം, കൊടുക്കരുതെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷെ കൊടുക്കുമ്പം കൃത്യമായിട്ട് ഇതെവിടെ നിന്നാ ഉണ്ടായതെന്ന് പറഞ്ഞിരിക്കണം. മോനെ, കഴിഞ്ഞ മാസം പപ്പ പൈസ അയച്ചില്ലടാ, അപ്പുറത്തെ വീട്ടിൽ പോയി സ്വർണം പണയം വെച്ചിട്ട് നിനക്ക് ടൂറിന് പോകാൻ പൈസ തരിക. ഈ പണയം എടുത്തു കൊടുക്കാൻ പപ്പയുടെ ജോലി ശരിയാവണം, തിരിച്ചിങ്ങോട്ട് അയക്കാനുള്ള പൈസയുടെ കാര്യങ്ങൾ ശരിയാവണം. മോൻ നോക്കി ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അവന് തിരിച്ചറിവുണ്ടാവും. പക്ഷെ ഇത് എടുത്തു കൊടുത്താലുണ്ടല്ലോ, അവനെപ്പോഴും ഈ പൈസ വാങ്ങുന്ന മിഷൻ ATM മിഷനായി പോകും. നമ്മൾ നാളെ ഒരു കാലത്ത് നോ പറഞ്ഞാലുണ്ടല്ലോ, അവൻ അവിടെ വെച്ച് തീർക്കുമല്ല. കാരണം ഈ നോ പറഞ്ഞാൽ ഈ നോയ്ക്ക് അപ്പുറമുള്ള ഒരു എസ് കണ്ടുപിടിക്കാൻ അവൻ അറിയത്തില്ല. ഇതാണ് അവസാനമെന്ന് അവൻ്റെ ചിന്ത. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രതികൂലതയും കഷ്ടപ്പാടിലും വളർന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായാൽ മാത്രമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മുടെ അപ്പായും അമ്മായിയൊക്കെ നമ്മൾ ചോദിക്കുന്നതെല്ലാം തന്നിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? എനിക്കൊന്നും തന്നിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നതെന്നാണോ? യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ടൂറിനും പോയിട്ടുണ്ടോ സ്കൂളിൽ? ഇല്ല. നമുക്കെല്ലാ പലഹാരവും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പ്രിയമുള്ളവരെ. ടൂറിന് വിടല്ലെന്നല്ല അച്ഛൻ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി, പറയട്ടെ. എൻ്റെ വീട്ടിൽ വെറ്റില കൃഷി ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇപ്പോൾ ഒരു വഴിയിലില്ലായിരിക്കും. മുറുക്കുന്നവരുണ്ടോ? ഇല്ല. ഈ പരുമലയിലെ ഈ കൊടി ഉയർത്തുമ്പോൾ ഒരു പച്ച ഇല മേപ്പോട്ടെറിയും, കണ്ടിട്ടുണ്ടോ? അതിൻ്റെ പേരെ വെറ്റില. ഈ വെറ്റില കൃഷി ഉണ്ടായിരുന്നു പണ്ട്. ഈ കൃഷി ഒരല്പം കാര്യഗൗരവം വേണ്ട. എല്ലാ ദിവസവും പോയി അതിനെ വെള്ളം ഒഴിക്കണം, പാത്തി കെട്ടി തിരിക്കണം, വെള്ളം കെട്ടി നിർത്തണം, രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണം, കേടാകാതെ നോക്കണം. ഈ വെറ്റ 10,000 ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റാൽ ആ കിട്ടുന്ന വരുമാനമാണ് ഒരാഴ്ചത്തെ വീട്ടിൽ ഇന്ധനം. അങ്ങനെ എൻ്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ അപ്പച്ചനും അമ്മച്ചിയും പോയി വെറ്റ എടുക്കും. വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന എൻ്റെയും പെങ്ങളുടെയും ജോലിയാണ് ഈ വെറ്റ അടുക്കുക എന്നുള്ളത്. 20 വെറ്റയാണ് ഒരടുക്ക് വെറ്റ. 4 അടുക്കാണ് ഒരു കെട്ട്. ഒരു കെട്ടിനാണ് പൈസ തരുന്നത്. അത് വളരെ മനോഹരമായിട്ട് അടുക്കി കൊച്ചിലേക്ക് മാറ്റി വെച്ച് അതടുക്കി കെട്ടി അതൊരു വാഴയിലയിൽ പൊതിഞ്ഞൊരു ചാക്കി കെട്ടി രാവിലെ 4:30 10,000 ചന്തയിൽ കൊണ്ട് കൊടുക്കണം. ഈ അപ്പനും അമ്മയും ബുദ്ധിയുള്ളവരാ, അവർക്ക് ഈ നമ്മളെ വീഴ്ത്താൻ അറിയാം. എനിക്കിത് ഇഷ്ടമല്ല, അതുകൊണ്ട് എന്നെയും പെങ്ങളെയും വീഴ്ത്തുന്നത് എന്നാണെന്നറിയാമോ? ഈ വെറ്റില കൊണ്ട് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരും എന്തെങ്കിലും, അതാണ് ഞങ്ങൾ വീഴുന്നത്. ഇത് അടിക്കാലേ ഇത് വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളൂ. അതുകൊണ്ട് അത് ഞങ്ങൾ അന്നങ്ങ് വീണ്. അങ്ങനെ ഈ വെറ്റില ഞങ്ങളെന്നും വെള്ളിയാഴ്ച വൈകിട്ടിരുന്ന് എല്ലാവരും കൂടെ അടുക്കും. അത് രാവിലെ പ്രാർത്ഥിച്ചിട്ട് അമ്മയോ അപ്പനോ കൊണ്ടുപോയി കൊടുക്കും. ഈ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുമ്പം ഞങ്ങൾക്ക് പിന്നെ ഉറക്കമില്ല. പറയുമോ എന്തെങ്കിലും കൊണ്ടുവരും, ഇതും കാത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാനും പെങ്ങളോട് ഇങ്ങനെ കാത്തിരിക്കുക. ഈ സമയം താമസിച്ചാൽ നമുക്കത് നോക്കാൻ ഫോണില്ലല്ലോ. ഇപ്പോൾ അപ്പുറം ഇപ്പുറം ആൾക്കാരിരുന്നാലും നമ്മൾ നമ്മുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക, ആരെ ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്നത്തെ കളിയാണ്, ഇന്ന് അമ്മ എന്താ കൊണ്ടുവരുന്നത്, ഞാൻ പറഞ്ഞത് ശരിയെങ്കിൽ നിൻ്റെ പകുതി, ഇതൊക്കെയാണ് ഞങ്ങളന്ന് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണും. അങ്ങനെ
അമ്മ ഒരു ദിവസം രാവിലെ ഈ ചന്തയിൽ നിന്ന് ദൂരെ വരികയാണ്. ഞങ്ങൾ രണ്ടുപേരോട് ഓടിച്ചെന്ന് അമ്മയ്ക്ക് ചുറ്റും നിന്നു. പതിവില്ലാതെ അമ്മയുടെ മുഖത്തൊരു വല്ലാത്ത സങ്കടം ഇതാണ്, 40 കെട്ട് വെറ്റയും ചുമന്നുകൊണ്ട് പത്തനാപുരത്ത് പോയ അമ്മ അന്ന് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, അന്ന് വെറ്റിലയ്ക്ക് വില താന്നുപോയി. ഒരു കെട്ട് വെറ്റിലയ്ക്ക് 50 പൈസ വെച്ചാണ് വിറ്റത്. പല കച്ചവടക്കാരും വെറ്റില അവിടെ കൂട്ടി പ്രതിഷേധിച്ച് കത്തിച്ചു കളഞ്ഞു. ഒരു കെട്ട് വെറ്റിലയ്ക്ക് അമ്മയ്ക്ക് കത്തിക്കാൻ വയ്യാത്തത് കൊണ്ട് 50 പൈസ വെച്ച് അമ്മ വിറ്റു. ഒരു കെട്ട് വെറ്റിലയ്ക്ക് 50 പൈസ വെച്ച് കിട്ടിയാൽ 40 കെട്ട് വെറ്റയും കൊണ്ടുപോയി അമ്മയ്ക്ക് എത്ര രൂപ കിട്ടി കാണും? ഒന്നും അറിയത്തില്ല. 20 രൂപ കിട്ടി. 20 രൂപ കിട്ടിയെന്നറിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞ് നടന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് അമ്മ ഒരു പൊതി നീട്ടി. ആ തുറന്നപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് 2 ഏത്തയ്ക്കാപ്പം ഞങ്ങൾ കണ്ടു. പ്രിയമുള്ളവരെ, എൻ്റെ അമ്മയുടെ സാരിയുടെയും ആ കൊണ്ടുപോയ ചാക്കിൻ്റെയൊക്കെ മണമുള്ള ഒരു 2 ഏത്തയ്ക്കാപ്പം. പിന്നീട് ഇന്ന് വരെ കഴിച്ച ഒരു കുഴിമന്തിക്കും ഒരു കുഴിമാന്തിക്കും ഇതിൻ്റെ രുചി കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ. നാളെ എങ്ങനെയാണെന്ന് ചിന്തിച്ച് ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ അനുഭവം ഉണ്ടല്ലോ, നടത്തിയിട്ടുണ്ട്. ഇത് അമ്മ പോലും അറിഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ് തന്നതല്ല, അമ്മ എന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞതല്ല. ചില അനുഭവങ്ങളുണ്ടല്ലോ, ചില സ്നേഹമുണ്ടല്ലോ, ചില കരുതലുണ്ടല്ലോ, ചില മാറ്റി നിർത്തലുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലുകളുണ്ടല്ലോ. ജീവിതത്തിൽ ചില ഇന്ധനം, പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, പ്രതികൂലത ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും താങ്ങി നടത്തിയിട്ടുള്ളത് എങ്ങനെ എൻ്റെ അമ്മയും അപ്പനും ഒരു എക്കണോമിസ്റ്റ് ആയെന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ അപ്പനും അമ്മയും ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടന്നിട്ടുണ്ട്. ഓണം ആഘോഷിച്ചിട്ടുണ്ട്, ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്. വരവിന് തക്കവണ്ണം ചെലവിന് തക്കവണ്ണം വരവ് നടന്നിട്ടുണ്ട്. പക്ഷേ 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ പഠിച്ചിട്ടുള്ളൂ. എങ്ങനെ അവരൊരു എക്കണോമിസ്റ്റായി? ഇന്ന് പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രം അറിയാം, വിദ്യ അറിയാം, പക്ഷെ കുടുംബം സന്തുലിതമായിട്ട് നോക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധികൾ പ്രതികൂലതകൾ വന്നാൽ ഈ ഇസ്മായേൽ കൈകാലിട്ടടിക്കുക, ഇതാണ് അവസാനമെന്ന് വിചാരിക്കുക, ഇതിനപ്പുറത്തേക്കൊരു ജീവിതമില്ലെന്ന് വിചാരിക്കുക. ഇസ്മായേൽ പറയുകയാണ്, അയ്യോ ഞാൻ മരിക്കാൻ പോകുന്നു. ആ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവിക പദ്ധതി ആ മരുഭൂമിയിൽ നിറവേറി. ഒരു നീരുറവ പ്രത്യക്ഷപ്പെട്ടു. അവളും മകനും അതിൽ നിന്ന് കുടിച്ചു. അവർ അവിടെ ജീവിച്ചു. അവനൊരു യോദ്ധാവായി തീർന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതിസന്ധി വന്നാൽ, ജീവിതത്തിൽ കണ്ണുനീര് വന്നാൽ, പ്രിയമുള്ളവരെ, ദൈവിക ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കണം. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണ് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നാം പ്രാർത്ഥിക്കേണ്ടത് ഇതാ, ദൈവമേ, ഏത് പ്രതിസന്ധി തന്നാലും, ഏത് പ്രതികൂലത തന്നാലും, ഏത് കഷ്ടപ്പാട് തന്നാലും, ഏത് കണ്ണുനീര് തന്നാലും അവയെ തരണം ചെയ്യുവാൻ എനിക്കൊരു ശക്തി തരണമേ. ഇത് മതി പ്രാർത്ഥിക്കും. ബാക്കിയെല്ലാം ദൈവം നടത്തിക്കൊള്ളും. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകുമ്പം പിന്നെ എന്തിന് നോമ്പ്? എന്ത് ചോദിച്ചാലും നടത്തി തരാൻ അത്ഭുതങ്ങളുടെ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ അനുതാപത്തോടെ നോമ്പ് നോക്കുന്നേ? ഭക്ഷണം ഉപേക്ഷിച്ച് എന്തിനാ ഉപവസിക്കുന്നേ, പ്രാർത്ഥിക്കുന്നത്, കുമ്പിടുന്നത്? നിന്റെ ജീവിതത്തിലെ കഷ്ടത മായ്ക്കാൻ, നിന്റെ കണ്ണുനീരിനെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്താ അറിയുമോ? ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഓരോ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ഈ സമൃദ്ധിയായിട്ട് നമുക്കറിയാത്തതാണ്. ഒരു വീട്ടിൽ ഭവന സന്ദർശനത്തിൽ ചെന്നേ, 4 വയസ്സുള്ള ഒരു ചെറുക്കനുണ്ട് അവിടെ. അപ്പനും അമ്മയും കാനഡയല്ല, അമ്മച്ചിയാണ് നോക്കുന്നത്. അമ്മച്ചിയുടെ ഇപ്പോഴത്തെ ജോലി പെൻഷൻ പറ്റിയതിന് ശേഷം ഈ ചെറുക്കനെ നോക്കുക എന്നുള്ളതാണ്. ചെറുക്കനും അകത്ത് ചെറുക്കനെ നോക്കണം, പുറത്തൊരു പട്ടിയെ നോക്കണം. ഇതാണ് അമ്മച്ചിയുടെ ജോലി. അമ്മച്ചി കൃത്യമായിട്ട് 2 മണിക്ക് ടൈഗർ എന്ന് പറഞ്ഞ പട്ടി, ടൈഗറിനും കടുവയ്ക്ക് ചോറ് കൊടുക്കുന്ന ആരും വിചാരിക്കില്ല, ടൈഗറിനും അകത്തെ ചഞ്ചലിനും ചോറ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ 2:01 കാനഡയിൽ നിന്ന് കോൾ വരും. കാരണം ഈ ചെറുക്കൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. 4 വയസ്സുള്ള ചെറുക്കൻ, ഒരു 40 കിലോ ആണ്. ഈ അമ്മച്ചി പുറകെ നടന്ന് ഈ പഴം പുഴുങ്ങിയിട്ട് ഞെവിടി, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമായിരിക്കുമല്ലോ, പഴം പുഴുങ്ങിയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് ഇവൻ്റെ പുറകെ ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ട് ഓടുക. ഈ ചെറുക്കനെ പഞ്ചായത്ത് ഒത്തു നടക്കുക. എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോയി ഇതുവഴി പോയി അമ്മച്ചി ഇതിൻ്റെ പുറകെ ഓടുക.
ഓടി ഓരോ ഓട്ടം കഴിഞ്ഞ് ആ ചെറുക്കൻ, ആ മോൻ, അമ്മച്ചിക്ക് ഈ കാലിന് പ്രയാസം ഉണ്ടായതുകൊണ്ട് ഈ അമ്മച്ചിക്ക് പുറത്ത് പോകാൻ വേണ്ടാത്തതുകൊണ്ട് ഈ പട്ടിയെയും ചെറുക്കനെയും നോക്കേണ്ടതുകൊണ്ട് ഈ ചെറുക്കൻ ഓടാനൊരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കൊച്ചുമോനുണ്ടായതുകൊണ്ട് ആ സാധനം ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഈ ചെറുക്കൻ്റെ പുറകെ ഓടലാണ് ഇപ്പം പരിപാടി. ഈ ചെറുക്കനെ പുറകെ നടത്തി കുറച്ചൊക്കെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്ത് കുറച്ചൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്ത് ഈ ചെറുക്കൻ ഓടാൻ വയ്യ കേട്ടോ. ഇവന് ഈ വണ്ണം കാരണം ഓടാൻ വയ്യ. 4-4.5 വയസ്സേ കാണത്തുള്ളൂ. എല്ലാ ഓട്ടവും കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മച്ചി ഒറ്റ പരാതിയെ പറഞ്ഞുള്ളൂ. എന്തുമായിരിക്കും? അച്ഛാ ഇവനെ ഒന്നും കഴിക്കുന്നില്ല. ഞാൻ കുരിശു വരച്ചു, പ്രാർത്ഥിക്കാതെ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് അവസ്ഥ. ഈ സമൃദ്ധിയിൽ എല്ലാ ആവശ്യമുണ്ട് നമുക്ക്. പക്ഷേ ചില പ്രതിസന്ധി ആ കുഞ്ഞിനുണ്ടായാലുണ്ടല്ലോ, അവൻ ഒരു നേരം പട്ടിണി കിടന്നാൽ അറിയാം അവൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന്. അവന് 4 നേരം അവൻ വാ തുറക്കുമ്പോഴെല്ലാം അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അകത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവൻ നാളെ വായ തുറന്നാൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായാലുണ്ടല്ലോ, ഇസ്മായിലിനെ പോലെ അവൻ കൈകാലിട്ടടിക്കും. അവൻ്റെ ജീവിതം അവസാനിക്കും. കാരണം അവൻ്റെ വിചാരം ഇതാണ് എല്ലാത്തിൻ്റെ അവസാനം. പ്രിയമുള്ളവരെ, ചില പ്രതികൂലതകൾ, ചില കഷ്ടതകൾ തരണം ചെയ്യുവാൻ, അതിനുവേണ്ടി ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ചില നീരുറവകൾ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരും. അങ്ങനെ ചില നീരുറവകൾ കാണുവാനും കണ്ടെത്തുവാനും അവിടെ നിന്ന് പാനം ചെയ്യുവാനും ആ ജീവൻ്റെ ഔഷധമായി നിലനിൽക്കുവാനും അതിൽ ജീവിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാഗാറിൻ്റെ ജീവിതം 2 നീരുറവയുടെ അരികിൽ വെച്ച് ദൈവിക വെളിപാട് എങ്ങനെ അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവോ, അതിനുവേണ്ടി ദൈവിക വെളിപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ നമുക്ക് കാത്തിരിക്കാം. അതിന് ഈ നോമ്പും പ്രാർത്ഥനയൊക്കെ ഉപയുക്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.